പക്ഷേ എൻ്റെയൊക്കെ ഒരു ചെറിയ പ്രായത്തിൽ ഇത്രത്തോളം തെറി നമ്മൾ പൊതുമധ്യത്തിൽ കേൾക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് സിനിമകളിലാണെങ്കിലും അതൊരു ട്രെൻഡാണ്. ഇപ്പോൾ തെറി പറയുക എന്ന് പറയുന്നത് ഒരു ട്രെൻഡാണ്. ഇപ്പോൾ ഇറങ്ങുന്ന പല സിനിമകളിലും ചുരുളിയടക്കമുള്ള സിനിമകൾ ഇപ്പം എനിക്കൊന്ന് ഇന്നിറങ്ങിയ ഏതോ ഒരു സിനിമയിൽ അത്തരത്തിൽ എന്തോ ഉണ്ട് എന്നുള്ളത് ഇങ്ങനെ കാണുന്നു, ചാനലുകളിലൊക്കെ കണ്ടു ഞാൻ, സോഷ്യൽ മീഡിയയിൽ. പക്ഷേ എത്ര പുതിയ സിനിമ ആയതുകൊണ്ട് എനിക്കറിയില്ല, കറക്റ്റ് അറിയില്ല. പക്ഷേ അതെനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് തെറി വാക്കുകളെ പോലും യൂസ് ചെയ്യുന്ന ഒരു ജനറേഷനാണ് വരുന്നത്. അതിനെ സിനിമകൾക്ക് അതിലൊരു മുഖ്യ പങ്ക് വഹിക്കാനുണ്ട്. സിനിമകളിൽ അത് നന്നായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് അത് നമ്മളൊക്കെ കാണുന്ന കാലത്തുള്ള സിനിമയിൽ ഇത്തരം തെറികളൊന്നും നമ്മൾ കണ്ടിട്ടേ ഇല്ല, അത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. പക്ഷേ ഇന്നത് ആഘോഷമാക്കുന്ന ഒരു സൊസൈറ്റിയാണ്, അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവുന്നു. ഫെമിനിസ്റ്റ് എന്നതുകൊണ്ട് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഫെമിനിസ്റ്റ് ഒന്നുമല്ല. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വിശാലമായ അർത്ഥമുള്ള ഒരു വാക്കാണ്. ആ ഒരു ഫെമിനിസത്തെ അല്ല ഇപ്പം എല്ലാവരും ഫെമിനിസ്റ്റ് എന്നും ഫെമിനിച്ചി എന്നും വിളിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നെ അങ്ങനെ ഒരു പ്രത്യേക പേരെടുത്ത് കാറ്റഗറൈസ് ചെയ്ത് വിളിക്കുന്നതിനോട് എനിക്ക് താല്പര്യവുമില്ല. കാരണം അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയിട്ടില്ല. പിന്നെ ഒരു സ്ത്രീപക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട് ഫെമിനിസം എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പുമില്ല. കാരണം അത് ഒരു സ്ത്രീ ആയതുകൊണ്ട്, ഒരു 100 ജന്മം ഇനിയും ജനിക്കുകയാണെങ്കിൽ സ്ത്രീയായി ജനിക്കാൻ ആഗ്രഹിക്കുന്നത് കൊണ്ട്, സ്ത്രീകളുടെ പ്രശ്നങ്ങൾ ഒരു സ്ത്രീ ആയതുകൊണ്ട് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടും പലപ്പോഴും ഞാൻ സ്ത്രീപക്ഷത്താണ് നിൽക്കാറുള്ളത്. വേശ്യനെന്ന് പറയുന്ന വാക്ക് ഒരു നിഘണ്ടുവിലും ഇല്ല. വേശ്യ എന്ന് പറയുന്ന വാക്ക് മാത്രമേ ഉള്ളൂ. അപ്പം വേശ്യനെന്ന് പറയുന്ന വാക്ക് നിഘണ്ടുവിൽ ഉൾപ്പെടുത്താനാണ് ഞാൻ എൻ്റെ കഥയിൽ എഴുതിയിരിക്കുന്നത്. കഥ അങ്ങനെയാണ്. ആ വാക്ക് നിഘണ്ടുവിൽ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞ് 2 ലേഡി വക്കീലന്മാർ തമ്മിൽ നടത്തുന്ന വാദപ്രതിവാദങ്ങളാണ് ആ കഥ എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഒരു സ്ത്രീ വേശ്യയാവുന്നു, അല്ലെങ്കിൽ സ്ത്രീയെ വേശ്യ എന്ന് വിളിക്കപ്പെടുമ്പോഴും അതിൻ്റെ ഭാഗമായിട്ടുള്ള പുരുഷനെ നമ്മൾ അത്തരത്തിലൊന്നും വിളിക്കാറില്ല. അങ്ങനെ നിൽക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിലും അങ്ങനെയൊന്നും ആരും വിളിക്കുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ സ്ത്രീകൾക്കും കോഴിയും വേശ്യയും തമ്മിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്, അർത്ഥവ്യത്യാസങ്ങളുണ്ട്. അതിനേക്കാൾ ഒരു വിശാലമായ അർത്ഥം തന്നെ വേശ്യ എന്ന പദത്തിന് നമ്മുടെ സൊസൈറ്റി കൊടുക്കുന്നുണ്ട് കാലങ്ങളായിട്ട് സ്ത്രീകൾക്ക്. അപ്പം അതുകൊണ്ട് തന്നെ പുരുഷൻ എന്തുകൊണ്ട് എല്ലാ പദങ്ങൾക്കും സ്ത്രീലിംഗവും പുല്ലിംഗവും ഉണ്ടാകുമ്പോൾ ചില പദങ്ങൾക്ക് മാത്രം സ്ത്രീലിംഗം മാത്രമായിട്ട് മാറ്റപ്പെടുന്നത് കൊണ്ട് അങ്ങനെ ഒരു കഥ എഴുതണം തോന്നിയിട്ടാണ് വേശ്യൻ എന്ന് പറഞ്ഞ ഒരു കഥ എഴുതിയത്. വേശ്യ ആരാണെന്ന് സമൂഹമാണ് പറയേണ്ടത്. ഈ സമൂഹമാണ് വേശ്യ എന്ന് പേര് കൊടുക്കുന്നത്. ഈ സമൂഹത്തിൽ ഏത് തരത്തിലുള്ള ആൾക്കാരെയാണ് സമൂഹം വേശ്യ എന്ന് വിളിക്കുന്നതെന്ന് പോലും നമുക്ക് ഒരിക്കലും നിർവചിക്കാൻ പറ്റാറില്ല. പക്ഷേ മോശം രീതിയിൽ നടക്കുന്നു എന്ന് സമൂഹം പ്രതിപാദിക്കുന്ന ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു പറ്റം സ്ത്രീകളെയാണ് പൊതുവെ വേശ്യ എന്ന് വിളിക്കാറ്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ആക്ടിവിറ്റീസ് ചെയ്യുന്ന പുരുഷന്മാരും ഇവിടെ ഉണ്ട് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളിപ്പോൾ പറഞ്ഞു കഞ്ചാവ് എന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഇതൊക്കെ പണ്ടുള്ള ആളുകൾ ഉപയോഗിച്ചിരുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു, കഞ്ചാവൊക്കെ. ഇപ്പം അതിനേക്കാൾ വലിയ ഒരുപാട് എന്താ പറയുക, അത്തരത്തിലുള്ള ലഹരി വസ്തുക്കൾ ഇന്ന് അവൈലബിൾ ആയിട്ട് സൊസൈറ്റിയിലുണ്ട്. അത് പുതിയ തലമുറയെ പണ്ടത്തേക്കാൾ കൂടുതൽ യൂസ് ചെയ്യുന്നതായിട്ടും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ചാനലുകളിൽ കാണാറുണ്ട്, ചെറുമകൻ അച്ഛമ്മേനെയും അച്ഛച്ചനെയും കൊന്നു, അമ്മേനെയും അച്ഛനെയും അടിച്ചു കൊന്നു, അങ്ങനെ പറയുന്നത് നമ്മൾ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ പുതിയ തലമുറയിലുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ സ്കൂളുകൾ ഫോക്കസ് ചെയ്തിട്ട്, കോളേജുകൾ ഫോക്കസ് ചെയ്തിട്ട് ആൺ പെൺ വ്യത്യാസമില്ലാതെ ഈ ലഹരി പദാർത്ഥം എത്തിച്ചു കൊടുക്കുന്ന കുറേ വലിയ ആൾക്കാർ, ഒരു ഗ്യാങ് തന്നെ നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പം ഇവർ എത്തിച്ചു കൊടുക്കുന്നത് ഇത് ശരിക്കും യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. സ്റ്റിക്കർ പോലെ ഒട്ടിച്ചാൽ പോലും അതിൻ്റെ ലഹരി ശരീരത്തിൽ പടർന്നു കയറുന്ന ഒരു തരത്തിലുള്ള പലതരത്തിലുള്ള അങ്ങനത്തെ ലഹരി വസ്തുക്കൾ ഇവിടെ ഉണ്ട് എന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അതിനെ ഈ സമൂഹത്തിൽ പുതിയ കുട്ടികൾ പലരും അരാഷ്ട്രീയവാദികളാണ്. നമ്മുടെ രാഷ്ട്രീയം കൊണ്ട് മടുത്തിട്ട്, സത്യം പറഞ്ഞാൽ പുതിയ തലമുറയിൽ നിങ്ങൾക്ക് എത്രത്തോളം പുതിയ കുട്ടികൾ രാഷ്ട്രീയത്തിലേക്ക് വരുന്നുണ്ടെന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അത് വലിയൊരു അപകടം കൂടിയാണ് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അതിൻ്റെ ആ ഒരു രസമൊന്നും വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഇല്ല. പണ്ട് കാലത്തുള്ള കുട്ടികൾ, ഒരുപാട് ആളുകൾ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ വന്നിട്ടുള്ള ഒരു തലമുറ ഇവിടെ ഉണ്ടായിരുന്നു. അവർ മദ്യപിക്കുമായിരിക്കാം,
നിങ്ങൾ പറഞ്ഞ ഈ കഞ്ചാവ് യൂസ് ചെയ്യായിരിക്കാം, പക്ഷേ ഇത്രത്തോളം വളരെ അപകടകരമായ രീതിയിലുള്ള മയക്കുമരുന്നുകൾ യൂസ് ചെയ്യുന്ന ഒരു തലമുറ ഇവിടെ ഉണ്ടാവുന്നത് അരാഷ്ട്രീയപരമായ ഒരു സൊസൈറ്റി ഇവിടെ പുതിയ തലമുറ ഉണ്ടാവുന്നുണ്ട് എന്നുള്ള ഒരു സത്യാവസ്ഥയാണ്. അതിന് പ്രധാന കാരണക്കാർ നമ്മുടെയൊക്കെ രാഷ്ട്രീയക്കാരാണ്. അത് ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും രാഷ്ട്രീയ പാർട്ടികളോടുള്ള വളരെ കൂടിയ വൈരാഗ്യം കുട്ടികൾക്ക് രാഷ്ട്രീയത്തിനോട് വിരക്തി തോന്നുകയും അവർ ബാക്കി പല കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവുകയും ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ മാതാപിതാക്കളുടെ തിരക്ക്, പിന്നെ സ്കൂളുകളിൽ പോലും ഇത് എത്തിച്ചു കൊടുക്കുന്ന ഒരു ലോബി ഇവിടെയുണ്ട്. അതിനെതിരെ പ്രവർത്തിക്കുന്നതായിട്ട് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സംവിധാനങ്ങൾ ഉണ്ടെങ്കിലും പലപ്പോഴും കുട്ടികൾ ലഹരിക്ക് അടിമപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു കഞ്ചാവിനേക്കാൾ ഭീകരമായ ലഹരി വസ്തുക്കളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്ന പല ലഹരി പദാർത്ഥങ്ങളും. അന്നത്തെ കാലത്തൊന്നും അച്ഛനെയും അമ്മേനെയും ലഹരി പദാർത്ഥം ഉപയോഗിച്ചിട്ട് അച്ഛനെയും അമ്മേനെയും പെങ്ങളെയൊന്നും തിരിച്ചറിയാത്തൊരവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഇന്ന് അത് കൂടുതലാണ്. നിങ്ങൾക്കത് ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് ഒരു ഡോക്ടറെ കൊന്ന അനുഭവം ഇപ്പോൾ അടുത്ത് നമ്മുടെ തിരുവനന്തപുരം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ആശുപത്രിയിൽ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ഡോക്ടറെ ലഹരി ഉപയോഗിച്ചിരുന്ന ആൾ കൊല്ലുകയാണ്. അപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുന്ന മനുഷ്യർ ആരാണ് എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിൽ ലഹരി ഉപയോഗിക്കുന്ന ഒരു സൊസൈറ്റി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. അത് കഞ്ചാവ് കൊണ്ട് ആണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. കഞ്ചാവിനേക്കാൾ വീര്യം കൂടിയ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ്, നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആണ്.